നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ സാധാരണമായ ഒരു കാര്യമാണ്. യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മാർഗങ്ങളും പരിഹാരങ്ങളുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ. യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കിപ്പം ചേരുന്നത് ഡോക്ടർ സുബീഷ് പാറോലാണ്. ഡോക്ടർ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ? നമസ്കാരം. ചോദ്യത്തിന് ഉത്തരത്തിന് പോകുന്നതിന് മുമ്പ് തുടക്കത്തിൽ ഞാൻ ആമുഖമായി എന്താണ് യൂറിനറി ട്രാക്റ്റ്, എന്താണ് യൂറിനറി ട്രാക്റ്റിലെ ഇൻഫെക്ഷൻ എന്നുള്ളത് പറയാം. യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കിഡ്നിയിൽ നിന്ന് യൂറിൻ ഉൽപ്പാദിപ്പിച്ച് അത് മൂത്രവാഹിനി കുഴലിലൂടെ മൂത്രസഞ്ചിയിലേക്ക് വന്ന് അവിടുന്ന് മൂത്രനാളി വഴിയാണ് പുറത്തു പോകുന്നത്. ഈ മൂത്രവാഹിനി കുഴൽ ഏകദേശം 25 സെൻറ്റിമീറ്ററോളം നീളമുണ്ട്. അത് മൂത്രസഞ്ചി ഏകദേശം ഒരു 400 മുതൽ 500 വരെ കപ്പാസിറ്റി ഉണ്ട്. അപ്പം അതിൽ മൂത്രസഞ്ചിയിൽ മൂത്രം ശേഖരിച്ച് മൂത്രനാളി വഴിയാണ് മൂത്രം പുറത്തോട്ട് വരുന്നത്. മൂത്രനാളി സ്ത്രീകളിലൊരു 4 മുതൽ 5 സെൻറ്റിമീറ്ററും പുരുഷന്മാരിൽ ഒരു 20 സെൻറ്റിമീറ്ററിനടുത്താണ് ഇതിൻ്റെ നീളം. ഈ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷനെയാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ഏത് സ്ഥലത്താണ്, ഏത് ഭാഗത്താണ് യൂറിനറി ട്രാക്റ്റിൻ്റെ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ എന്നതിനനുസരിച്ച് വരാം. അതിന് സാധാരണമായി കാണുവരുന്നത് ഈ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷനാണ്. ഈ കോളൈ, ക്ലബ്സിയല്ല, പ്രോട്ടിയസ് പോലുള്ള ബാക്ടീരിയ കൊണ്ടാണ്. ചില പ്രമേഹ രോഗികളിൽ ഇത് കാൻഡിഡ പോലുള്ള ഫംഗസ് ഇൻഫെക്ഷനും ഇമ്മ്യൂണോസപ്രൻസ് എടുക്കുന്ന റീനൽ ഫെയിലിയർ അങ്ങനെയുള്ള രോഗികളിൽ ചിലപ്പോൾ ഇത് വൈറൽ ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് കടക്കാം. ഈ സാധാരണയായി ഈ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുന്നത്. ഇപ്പം സാധാരണ വേറെ അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തി, ആരോഗ്യവാനായ ഒരു വ്യക്തി ദിവസം ഒരു 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാർഡിയോളജി പ്രോബ്ലം ഉള്ളതോ അല്ലെങ്കിൽ കിഡ്നി തകരാറിലുള്ളതോ അങ്ങനെയുള്ള വാർദ്ധക്യമുള്ള രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശത്തിന് അനുസരിച്ച് ആവശ്യമായ വെള്ളം കുടിക്കണം. അല്ലാതെ ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തി ഏകദേശം 2.5 ലിറ്റർ 3 ലിറ്ററിനടുത്ത് വെള്ളം കുടിക്കണം. വെള്ളത്തിൽ കുടിക്കുന്നത് കുറയുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ വരാം. രണ്ടാമതുള്ള കാരണം നമ്മൾ ചില വ്യക്തികൾ, ആൾക്കാർ നമ്മൾ ഒരു രാവിലെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം മൂത്രമൊഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കൂടുതൽ നേരം മൂത്രസഞ്ചിയിൽ നിൽക്കുന്നത് കൊണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരാം. അത് വ്യക്തമായ ഇടവേളകളിൽ അത് നമ്മൾ മൂത്രം ഒഴിക്കേണ്ടതാണ്. പിന്നെയുള്ളത് സ്ത്രീകളിലാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളിലാണ് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്രനാളിയുടെ നീളം സ്ത്രീകളിൽ വളരെ കുറവാണ്, ഒരു 4 സെൻറ്റിമീറ്ററിനടുത്തേ ഉള്ളൂ. അപ്പോൾ പുറത്തുനിന്നുള്ള ബാക്ടീരിയ എളുപ്പത്തിൽ മൂത്രസഞ്ചിയിലോട്ടേക്ക് കയറാനും മുകളിലോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് പ്രധാനമായ ഒരു കാരണം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വരാനുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സ്ത്രീകൾ പിന്നെയുള്ളൊരു കാരണം അവരുടെ ആർത്തവ സമയത്ത് കൂടുതൽ സമയത്ത് പാഡുകൾ ഉപയോഗിക്കുന്നത്, ശരിയായ രീതിയിൽ ശുചീകരിക്കപ്പെടാത്ത മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത്, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതും ഒരു കാരണം. ലൈംഗിക ബന്ധപ്പെട്ടതിന് ശേഷവും അതിനു മുമ്പും പങ്കാളികൾ മൂത്രമൊഴിക്കുന്ന ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നതും മൂത്രമൊഴിക്കുന്നതും ഒരു പരിധിവരെ മൂത്രത്തിലുള്ള ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ സഹായിക്കും. പിന്നെയുള്ള ഒരു കാരണം വ്യക്തിശുചിത്വമാണ്. നമ്മളിപ്പം മൂത്രമൊഴിച്ച് അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട രീതി എന്നത് പറഞ്ഞ് മുന്നിൽ നിന്ന് പിറകോട്ടേക്ക് കഴുകേണ്ടത്. അപ്പം ഈ ആനൽ ഫ്ലോറയൊക്കെ നമ്മൾ യുറിത്രയിലോട്ട് കയറി മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലേക്ക് കയറുന്നതിനെ ഒഴിവാക്കാൻ ഈ നമ്മൾ കഴുകുന്ന രീതി മുന്നിൽ നിന്ന് പിറകോട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിധത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ കഴിയുന്നതാണ്. ഡോക്ടർ, ഇതിലെ അപകട സാധ്യതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ സങ്കീർണതകൾ എന്തെല്ലാം? സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഇൻഫെക്ഷൻ വരുന്നത് പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ മൂത്രനാളിയിലോ മൂത്രസഞ്ചിയിലോ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ
അതിന് കണക്കായിട്ടുള്ള യൂറിനറി ആൻറ്റിബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാലും മാറും. അപ്പോൾ നമ്മളിത് കറക്റ്റ് സമയത്ത് ഒരു ചികിത്സ എടുക്കാതെ ഇൻഫെക്ഷൻ മുകളിലോട്ട് കയറി, അതായത് പൈലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ ആബ്സസ് ഫോർമേഷൻ, അതിൻ്റെ എൻഡ് സ്റ്റേജായി യൂറോസെപ്സിസ്, അങ്ങനെയുള്ള കണ്ടീഷനിലോട്ടേക്ക് പോകുമ്പോൾ അപകട സാധ്യത കൂടും. കൂടാതെ ചില കണ്ടീഷൻ, നമുക്ക് ഇൻഫെക്ഷൻ കൂടാനായുള്ള കണ്ടീഷനുണ്ട്. അതായത് പ്രമേഹ രോഗികൾ, ദീർഘനാൾ സ്റ്റിറോയിഡ് മരുന്നുകൾ കഴിക്കുന്ന രോഗികൾ, ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്ന രോഗികൾ, ഇവർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ വ്യക്തമായ ട്രീറ്റ്മെൻറ്റ്, സമയാനുതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അസുഖം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ, യൂറിനറി ഇൻഫെക്ഷൻ യൂറോസെപ്സിസ് എന്ന് പറയുന്നത്, തുടരാം ഡോക്ടർ, തുടർന്നോളൂ. ഈ യൂറോസെപ്സിസ് എന്നത് പറയുന്നത് ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ. നമ്മൾ വ്യക്തമായ ഒരു ചികിത്സ എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് യൂറോസെപ്സിസ്. അപ്പോൾ ചെറിയ അസുഖത്തെ നമ്മൾ കറക്റ്റ് സമയത്ത് ചികിത്സിച്ച് മാറ്റം വരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ചികിത്സ. ഡോക്ടർ, യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഡോക്ടറെ കാണേണ്ടി വരുന്ന സാഹചര്യം എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, യൂറിനറി ട്രാക്റ്റിന് പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏത് ഭാഗത്താണ് ഇൻഫെക്ഷൻ എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ യുറീത്രയിൽ, മൂത്രനാളിയിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ രോഗിക്ക് അനുഭവപ്പെടുന്നത് മൂത്രനാളിയിലുള്ള എരിച്ചിൽ, അല്ലെങ്കിൽ പുകച്ചിൽ, അല്ലെങ്കിൽ മൂത്രനാളിയിൽ നിന്ന് പഴുപ്പ് വരിക, ഇതൊക്കെയാണ് മൂത്രനാളിയിലുള്ള ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ. മൂത്രസഞ്ചിയിലാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ സിസ്റ്റൈറ്റിസ്, അതിന് രോഗിക്ക് അനുഭവപ്പെടുന്നത് അടിവയറ്റിലുള്ള വേദന, കൂടാതെ അടിവയറ്റിലുള്ള വേദന വരാം, കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരിക, ഫ്രീക്വൻ്റായിട്ട് മൂത്രമൊഴിക്കേണ്ടി വരിക, ചിലപ്പോൾ മൂത്രം അറിയാതെ പോവുക, ഇതൊക്കെയാണ് സിസ്റ്റൈറ്റിസ്. ഇൻഫെക്ഷൻ മുകളിലോട്ട് വരുമ്പോൾ, ഈ പൈലോനെഫ്രൈറ്റിസിലൊക്കെ വരുമ്പോൾ ആ ഭാഗത്ത്, ഏത് ഭാഗത്താണോ വരുന്നത് ആ ഭാഗത്ത് ശക്തമായ വേദന അനുഭവപ്പെടാനും, കൂടാതെ വിറയലോട് കൂടിയുള്ള പനി, ഫീവർ വിത്ത് റൈഗറൽ ചിൽസ്, വിറയലോട് കൂടിയുള്ള പനി എന്നൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നാൽ, നമ്മളിപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ചികിത്സ എടുക്കേണ്ടതാണ്. അതിന് ഒരു ഡോക്ടറെ കാണിച്ച് അതിനായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കഴിച്ച് ചികിത്സ എടുക്കേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും ലത്തീഫാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം, ലത്തീഫ് പറഞ്ഞു. ഡോക്ടർ, എനിക്ക് നടുഭാഗത്ത് വല്ലാത്ത വേദന 2 ദിവസമായി. നടുവിന്റെ ഒന്ന് ചോദിക്കട്ടെ ലത്തീഫ്, ലത്തീഫിന് എത്ര വയസ്സുണ്ട്? 52. ഓക്കെ ഓക്കെ, അതിന് പറഞ്ഞു. അപ്പം യൂറിൻ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു നീറ്റലുണ്ടായിരുന്നു. 52 വയസ്സ്, 52. മൂത്രം ഒഴിക്കുമ്പോൾ എന്താ ഉള്ളത്? നീറ്റലുണ്ടെന്നാണ് പറയുന്നത്. നീറ്റലുണ്ടായിരുന്നു, പിന്നെ നടുവിന് അസഹ്യമായ വേദന വ്യക്തമായിരിക്കും. ഓക്കെ, പനി വല്ലതും ഉണ്ടായിരുന്നോ? പനി വന്നിരുന്നു. ഒരാഴ്ച മുമ്പ് പനിയും ചുമയും ഉണ്ടായിരുന്നു. പനിയും ചുമയാണ്. ഓക്കെ ഓക്കെ. അതെ അതെ. ഇപ്പോൾ ഉള്ളത് മൂത്രം ഒഴിക്കുമ്പോഴുള്ള നീറ്റലും വേദനയുണ്ട് അല്ലേ? നമുക്ക് കല്ലിന് അസുഖം അങ്ങനെ ഒന്നും ഇല്ല ഉണ്ടായിട്ടില്ല. കല്ലിന് അസുഖം ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ എത്ര ദിവസമായി അസുഖം തുടങ്ങിയിട്ട്? ഒരു 4 ദിവസമായി. പനിയും ചുമയും 2 ആഴ്ചയോളായി. ഓക്കെ, നമുക്ക് വേറെ ഇതുമായിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല. നമുക്ക് ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അസുഖത്തിന് ഗുളിക കഴിക്കുന്നുണ്ടോ? ഷുഗർ മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഷുഗറിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതെ. നമുക്ക് ഇതിന് ചികിത്സ എടുത്തില്ല. ഇപ്പം നമ്മൾ ആവശ്യമുള്ള ടെസ്റ്റുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ലല്ല, ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ വേദന 2 ദിവസം കൊണ്ട് നിൽക്കുന്നു. ഓ, അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ വേദന ഉണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ ഒരു ചികിത്സ എടുക്കണം. അത് പിന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ ചെയ്യുക നമുക്കൊരു യൂറിൻ ടെസ്റ്റ്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂറിൻ ടെസ്റ്റാണ്. നമുക്ക് ഡയബറ്റീസ് രോഗം കൂടി, പ്രമേഹ രോഗം കൂടി ഉള്ളത് കൊണ്ടും വയറുവേദന ഉള്ളത് കൊണ്ടും അത് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ അൾട്രാസൗണ്ടോ ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പം നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യൂറിൻ നന്നായിട്ട് വെള്ളം കുടിക്കുക. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ വെള്ളം കുടിക്കുക. പിന്നെ യൂറിൻ കലങ്ങിയിട്ടൊന്നുമില്ലല്ലോ പോകുന്നത് അല്ലേ? മൂത്രം കലങ്ങിയിട്ട് രക്തത്തിൻ്റെ അംശമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോൾ വെള്ളം കുടിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം.
ഡോക്ടറെ കാണിച്ചിട്ട് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. താങ്ക് യു ഡോക്ടർ. ഷുഗർ കൺട്രോൾ അല്ലേ? ആ കൺട്രോൾ ഷുഗർ കൺട്രോൾ അതെ അല്ലേ? കൺട്രോളാണ്. അത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പം വേദന ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡോക്ടർ ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യും. യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് ഹലോ ഡോക്ടറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ജയശ്രീ തിരുവല്ലയിൽ നിന്നും ജയശ്രീയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ കേൾക്കാമോ ഡോക്ടർ? ഹലോ, നമസ്കാരം. നമസ്കാരം. കേൾക്കാം ജയശ്രീ, പറഞ്ഞു. ഞാൻ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് 2-3 വട്ടം അടുപ്പിച്ച് വന്നിരുന്നു. 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നിരുന്നു. എനിക്ക് നേരത്തെ മുതലേ അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട്. ഈ 2-3 പ്രാവശ്യം അടുപ്പിച്ച് വന്ന് ഞങ്ങൾ യൂറിൻ കൾച്ചർ ചെയ്തു. ബിലീവേഴ്സ്, ഞാനൊരു പേഷ്യന്റാ, ബിലീവേഴ്സിലെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്ന തിരുവല്ല ബിലീവേഴ്സിലെ. അപ്പോഴേ അവിടെ നമുക്ക് എത്ര വയസ്സായി? എനിക്ക് 64. ഓക്കെ. വേറെ എന്താ അസുഖമുള്ളത്? വേറെ എനിക്ക് തൈറോയിഡില് ക്യാൻസർ ആയിരുന്നു. അത് 10-15 വർഷമായി. അത് അമൃതയിലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. യൂട്രസ് ഓവറി ഒന്നും ഇല്ല. അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഓരോന്ന് ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നു എനിക്ക്. അപ്പൊ യൂറിനറി ഇൻഫെക്ഷൻ എനിക്ക് കൂടെ വരുന്നതാ. ഞങ്ങളത് ഇടയ്ക്ക് പോയി മെഡിസിൻ എടുക്കും. അങ്ങനെ കുറെ നാളില്ല. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞിടെ ഒരു 3-4 മാസം മുമ്പേ 2-3 വട്ടം അടുപ്പിച്ചിങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അപ്പം കൾച്ചർ ചെയ്തപ്പം 1 ലക്ഷം ഇപ്പം ഡോക്ടർ ഇവിടെ കോളി ബാക്ടീരിയയുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് ചോദിക്കാൻ കാരണം. അങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം അതിനവര് ആന്റിബയോട്ടിക് തന്നു. എന്നിട്ടും കുറഞ്ഞില്ല. പിന്നത് ചെയ്തപ്പോഴേ 60,000 ആയി. പിന്നെ വീണ്ടും ടെസ്റ്റ് ചെയ്തു. വീണ്ടും ആന്റിബയോട്ടിക് എടുത്തു. വീണ്ടും അത് 1 ലക്ഷമായി. അപ്പോഴേ ഡോക്ടർ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഇഞ്ചക്ഷന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇഞ്ചക്ഷൻ രാവിലെയും വൈകിട്ടും 3000 mg അല്ലേ, 3 ഗ്രാം. എന്തോ 7 അത് 7 പ്രാവശ്യവും 7 പ്രാവശ്യം ആ ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ ഒരു പൊടി എനിക്ക് അവിടുന്ന് ഡോക്ടർ തന്നു. അത് കുടിച്ചു. അതും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഒരു ആന്റിബയോട്ടിക് മെഡിസിൻ എടുത്തോണ്ടിരിക്കും. അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് നെഫ്രോളജി ഡോക്ടറെ അടുത്ത് വിട്ടായിരുന്നു എന്നെ, ഗ്യാസ്ട്രോയിഡ് ഡോക്ടർ. അങ്ങനെ ഞാൻ ഈ നെഫ്രോളജി ഡോക്ടർ സ്പോറിഡോക്സ് AF 375 ആ ആന്റിബയോട്ടിക് ഞാൻ 2 മാസം എടുത്ത് വീണ്ടും 2 മാസത്തേക്ക് റിപ്പീറ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് ഇപ്പം ഇത് ചെയ്തപ്പോ യൂറിനിൽ അണുക്കളൊന്നുമില്ല. അങ്ങനെ ഇല്ല, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഇനി ഇത് കണ്ടിന്യൂ ഈ കുറച്ചു നാളും കൂടെ ഈ ആന്റിബയോട്ടിക് എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വേറെ ഒത്തിരി മെഡിസിൻ എടുക്കുന്നതാ ഡോക്ടർ. അന്നേരം എന്താണ് അസുഖം എന്നൊന്ന് ചുരുക്കി പറയാമോ? അസുഖം എനിക്ക് ഇപ്പൊ വിഷമമല്ല ഡോക്ടർ. ഞാൻ ഈ മെഡിസിൻ അങ്ങനെ എടുക്കാമോന്ന് ചോദിക്കാൻ വിളിച്ചെന്നേ ഉള്ളൂ ഡോക്ടർ. ഒരു നമുക്ക് നേരിട്ട് ഇങ്ങനെ നമുക്കിപ്പോ അതെ നമ്മൾ ഈ ടോപ്പിക്കിൽ അടുത്ത ഡിസ്കഷനിൽ വരുന്നതാണ്. നമ്മളിപ്പം ആർത്തവം കഴിഞ്ഞ രോഗികൾക്ക്, ഇപ്പം സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണിലുള്ള വ്യത്യാസം കൊണ്ട് വജൈനയിലുള്ള മൂക്കോസയുടെ pH വ്യത്യാസം വരും. അപ്പോൾ കൂടാതെ മൂത്രനാളി ചുരുങ്ങാനുള്ളതൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പോസ്റ്റ് മെനോപോസൽ വുമൺ, ആർത്തവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഇനീഷ്യൽ ആൻറ്റിബയോട്ടിക്കിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോക്ടർ ചെയ്ത പോലെ തന്നെ യൂറിൻ കൾച്ചർ ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് ഏത് ബാക്ടീരിയ ആണോ നമ്മൾ യൂറിൻ കൾച്ചറിൽ കണ്ടത് അതിന് കണക്കായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഒരു പീരീഡ് കഴിക്കും. അല്ലെങ്കിൽ അത് ഇഞ്ചക്ഷനായിട്ടാണ്, നമുക്ക് വേറെ ഓറൽ മെഡിസിൻസ് ഇല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നൽകും. അങ്ങനെയാണ് ആ ബാക്ടീരിയ പൂർണ്ണമായിട്ട് പോവുക. ചിലപ്പോൾ നമുക്ക് ഈ ചില ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ പോലെയുള്ള രോഗമുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരും. അപ്പോൾ നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ആൻറ്റിബയോട്ടിക് എടുക്കണം. യൂറിനിലുള്ള ബാക്ടീരിയ മാറ്റണം. പിന്നെ ചില കണ്ടീഷനുണ്ട്. നമുക്കിപ്പം
കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമുക്കറിയില്ല, അൾട്രാസൗണ്ട് ചെയ്തോ അതോ CT എടുത്തോ എന്നുള്ളത് അറിയില്ല. അപ്പം നിരന്തരമായിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള കാരണം കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഈ പറഞ്ഞ സാധാരണ കാണുന്ന പോലെയല്ലാതെ നമുക്ക് ഒരു പ്രത്യേക തരത്തിൽ ഇപ്പോൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. അത് അതിൻ്റെ നമുക്കറിയില്ല, റിപ്പോർട്ട് അറിയില്ല, അപ്പം നേരിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് ചികിത്സ. അപ്പം എന്തെങ്കിലും ഇപ്പം പോസ്റ്റ് കോവിഡ് റെസിഡ്യൂ, നമുക്ക് മൂത്രം ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് മൂത്രം കെട്ടിക്കിടക്കുന്നുണ്ടോ, അതോ കല്ലുണ്ടോ, അല്ല യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടോ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിരന്തരമായി ഇൻഫെക്ഷൻ വരുന്ന ആൾക്ക് നമുക്ക് പഠന വിധേയമാക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചാണ് ചികിത്സ. നമുക്ക് കൾച്ചറിൽ നമുക്ക് ബാക്ടീരിയ കാണുന്നുണ്ട്, നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുക്കുകയും അതിൻ്റെ ബാക്ടീരിയയെ പൂർണ്ണമായി മാറ്റേണ്ടതും ആവശ്യമാണ്. ശരി ഡോക്ടർ. യൂറിനറി ഇൻഫെക്ഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണ്? അതുപോലെ തന്നെ സ്വയം ചികിത്സ എത്രത്തോളം അപകടകരമാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ നേരത്തെ കണ്ട് ചികിത്സിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു. നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അപ്പോൾ അത് കൂടുതലായിട്ടുള്ള പൈലോനെഫ്രൈറ്റിസോ അല്ലെങ്കിൽ യൂറോസെപ്സിസിലോ ഒക്കെ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് ചികിത്സിക്കുന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ചികിത്സ എടുക്കുന്നത്. ഈ സ്വയം ചികിത്സയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഒരു കൾച്ചർ ചെയ്യാതെയോ നിരന്തരമായി ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ബാക്ടീരിയ റെസിസ്റ്റൻസ് വരും. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ രോഗം മാറാതെ വരും. അപ്പോൾ കൂടുതൽ ഹയർ എൻഡ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകളെല്ലാം തന്നെ ചിലപ്പോൾ ഫലിക്കാതെ വരും. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ആൻറ്റിബയോട്ടിക് കഴിക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൾച്ചർ പ്രകാരമുള്ള ആൻറ്റിബയോട്ടിക്കാണ് കഴിക്കേണ്ടത്. അപ്പം ഈ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ജമീലയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ ജമീല. ഹലോ ഹലോ ജമീല സംസാരിച്ചോളൂ. നമ്മൾ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ഫുള്ളായിട്ടുണ്ട് പോവില്ല. ഫുള്ളായിട്ട് പോവാതെ കുറച്ച് കണ്ട് ഒഴിക്കും. എന്നിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒന്ന് നിൽക്കും. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഇരുന്നാലേ പിന്നെ അടുത്തത് മൂത്രം വരുള്ളൂ. അതാണ് പ്രശ്നം. എത്ര വയസ്സായി? 65 വയസ്സ് കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും സർജറിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ല മറ്റു രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സർജറി ഒന്ന് സിസേറിയൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പൈൽസിന് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ കാലിന്റെ മുട്ട് മാറ്റി വെക്കുക. സിസേറിയൻ അല്ലാതെ സിസേറിയൻ പൈൽസിന് പൈൽസ്. അപ്പൊ നമുക്ക് മൂത്രം പൂർണ്ണമായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈന്റ്. മൂത്രം നല്ലോണം മൂത്രം ഒഴിക്കാൻ തോന്നി പോയിരുന്ന കുറച്ച് മൂത്രം പോകും, നല്ലോണം പോകും. അത് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചു നമുക്ക് മൂത്രം മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല. അവിടെ കുറച്ചും കൂടി കഴിഞ്ഞാലേ പിന്നെ ബാക്കി മൂത്രം പോവുള്ളൂ. മൂത്രം നിൽക്കും പെട്ടെന്ന്. ഇതിന് എപ്പോഴെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, ആരും ഡോക്ടറെ കാണിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മെൻസസ് കഴിഞ്ഞ സ്ത്രീകളിൽ നമുക്ക് ഈ യൂട്രൈറ്റ്സ് ഈ ചെറിയ അട്രോഫി ആകുന്നതിൻ്റെ കൂടെ തന്നെ ഈ വജൈനയിലുള്ള മ്യൂക്കോസൈലിൻ രൂപമാറ്റങ്ങൾ വരും. അപ്പോൾ ചിലപ്പോൾ മിയാറ്റൽ സ്റ്റിനോസിസോ അങ്ങനെ വല്ലതും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സിസ്റ്റോസീൽ പോലെ ഈ മൂത്രസഞ്ചി ചിലപ്പോൾ ഇറങ്ങി വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂത്രം പൂർണ്ണമായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ വല്ല കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കിപ്പം ഡോക്ടർ സുബീഷ് പാറൽ തുടരുന്നുണ്ട്. ഡോക്ടർ, നമുക്കിപ്പം മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. മിനിയാണ്. മിനി ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് ഈ മൂത്രത്തിൽ ഇൻഫെക്ഷനെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടുള്ളതാ. എനിക്ക് ഇപ്പൊ എന്റെ കൈകാലിനെല്ലാം കഴപ്പ്, പിന്നെ ശരീരം എല്ലാം കൂറ്റി വലിക്കുന്നു. മൂത്രം ഒഴിക്കുമ്പോ നല്ലപോലെ പത കിട്ടിപ്പോവാണ്. ശരീരമെല്ലാം ഭയങ്കര തളർച്ച പോലെയൊക്കെ ഉണ്ട് എനിക്ക്. മൂത്രം ഒഴിക്കുമ്പോൾ എന്താ ഉള്ളത്? പതഞ്ഞു വരുക. മൂത്രത്തിന് നല്ല മണമാണ്.
നല്ല മണമാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 45 വയസ്സുണ്ട്. 45 വയസ്സ്. വേറെ ഷുഗർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഷുഗറൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കൊരു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമാണ് ഈ ഫൗൾ സ്മെല്ലിങ് യൂറിൻ. മൂത്രത്തിലുള്ള മണത്തിലുള്ള വ്യത്യാസവും മൂത്രം കലങ്ങി പോകുന്നതും ഒരു യൂറിനറി ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്. അപ്പം പനിയായിട്ടൊന്നുമില്ല, പനിയും അങ്ങനെയൊന്നുമില്ല. പനി എനിക്ക് വൈകിട്ടാണ് പനി കൊള്ളുന്നത്. വൈകിട്ട് പനി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. ശരീരം മെലിച്ചലായിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്തോ? ശരീരം മെലിച്ചലായിട്ടോ അങ്ങനെയൊന്നുമില്ലല്ലോ? വെയിറ്റ് കുറഞ്ഞതായിട്ട്? ഇല്ലില്ല. കാലിന്റെ പത്തിക്കൊക്കെ അപ്പം നീരുണ്ട്. യൂറിനിൽ ഓ ഓ ഓ. അപ്പോൾ അത് നമുക്കൊരു ഒരു ചികിത്സ ഡോക്ടറുടെ സഹായം തേടേണ്ട ആവശ്യമുണ്ട്. യൂറിനിൽ പത വരുന്നത് നമുക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ആവാം, പിന്നെ യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്നത് കൊണ്ടും പത വരാം. ഇപ്പോൾ കാലിലൊക്കെ നീര് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. 1-2 ടെസ്റ്റുകൾ, യൂറിൻ റൂട്ടീൻ മുതൽ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കുന്ന ടെസ്റ്റും ഒക്കെ ആവശ്യമായിട്ട് വരാം. അപ്പം ഈ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ മുന്നേ നമ്മളെന്തായാലും ഒരു ഡോക്ടറുടെ സഹായം എന്തായാലും തേടണം. നമുക്ക് നീര് വരുന്നത് മൂത്രം അഡിക്കേറ്റായിട്ട്, മൂത്രത്തിൻ്റെ അളവിൽ കുറവുണ്ടോ? ഡോക്ടർക്ക് തുടരാം. ഡോക്ടർ, ഇതിനെ തുടർന്നുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? മരുന്നുകൊണ്ട് എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാം? ഓക്കെ, ഞാൻ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് ഈ നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നെന്ന് പറഞ്ഞത് മെയിനായിട്ട് ആൻറ്റിബയോട്ടിക്കാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊണ്ടുള്ള ചികിത്സയാണ് മെയിനായിട്ട് ചികിത്സ. അപ്പം സർജറി ആവശ്യം വരുന്നത് ചില പ്രത്യേക കണ്ടീഷനുകളാണ്. ചില പ്രത്യേക കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാരിലുള്ള മൂത്രനാളിയിലെ ചുരുക്കം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കം, കല്ല്, അതുപോലെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, പിന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കോംപ്ലിക്കേറ്റഡായി പൈലോനെഫ്രൈറ്റിസ്, കിഡ്നിയിൽ നീർക്കെട്ട്, പിന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ തകരാറ് വരിക, അല്ലെങ്കിൽ ആബ്സസ് ഫോർമേഷൻ, കിഡ്നിക്ക് പുറത്ത് പഴുപ്പ് വരിക, ഈ ഒരു കണ്ടീഷനിലൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ സർജറിയുടെ ആവശ്യം. അതിലാണ് യൂറോളജിസ്റ്റിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വന്നേക്കാം. അപ്പം വ്യക്തമായ ചികിത്സ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷനിലോട്ട് പോകും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരാം. ഈ ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ സാധാരണ ചെയ്യുന്നത് യൂറിട്രിക് സ്റ്റെൻഡ്, നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് വന്നാൽ സ്റ്റെൻഡ് ഇടുന്ന പോലെ യൂറിട്രിക് സ്റ്റെൻഡ്, നമ്മൾ ബ്ലോക്ക് മാറ്റാനായിട്ട് ഒരു പിക്ടൈൽ സ്റ്റെൻഡ് ഇടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ യൂറിറ്ററിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായി കിഡ്നിയിലുള്ള പഴുപ്പ് മാറ്റാനായി പുറത്തു നിന്ന് കിഡ്നിയിലോട്ടേക്ക് ഡയറക്റ്റ് ട്യൂബ് ഇടേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ. അപ്പം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആവുന്നതോ അതോ ബ്ലോക്ക് അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ചിലപ്പോൾ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റും കൂടി വേണ്ടി വന്നേക്കാം. ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പത്തനാപുരത്ത് നിന്നും മേഴ്സിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മേഴ്സി, കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മേഴ്സി, പറഞ്ഞോളൂ. എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാവുക. കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ബ്ലഡ് ഒക്കെ യൂറിനകത്തൂടെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറി. പിന്നെ കൊണ്ടുവന്ന് പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറി. ഗുളിക ഞാൻ ഹോമിയോ മരുന്നായിരുന്നു കഴിച്ചത്. അത് കഴിച്ചങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്കങ്ങ് ഭയങ്കരമായിട്ട് നടുവിന് വേദന വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മേഴ്സിക്ക് എത്ര വയസ്സ്? എനിക്ക് 52. ഓക്കെ. വേറെ ഈ ഷുഗർ പോലെയുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഷുഗർ ഒന്നും ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ്റെ കൂടെ വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഈ യൂറിറ്ററിലുള്ള എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടോ അതോ കല്ലുണ്ടോ എന്നുള്ള കാര്യങ്ങളും മൂത്രത്തിൽ നേരത്തെ പറഞ്ഞു മൂത്രത്തിൽ രക്തം കണ്ടിരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അപ്പം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ഒരു കാരണം കല്ലും കൂടിയാണ്. അപ്പോൾ അതിനുള്ള ചികിത്സ എടുക്കേണ്ടി വരും. അതിനുള്ള ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ CT സ്കാനോ ഒക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പിൻ്റെ കൂടെ രക്തവും കൂടി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടി വേണ്ടി വരും. അതിനൊരു ഡോക്ടറുടെ സഹായം എന്തായാലും തേടുന്നതായിരിക്കും നല്ലത്. വയറുവേദനയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും രോഗകാരണങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് ഡോക്ടർ സുബീഷ് പാറോലാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ. ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.